ഹലോ, അപ്പം ഇന്ന് നമുക്ക് നല്ല സൂപ്പറായിട്ടൊരു കലത്തപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും പോരിട്ട് നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കൊണ്ട് കേട്ടോ. ഒരിക്കലും നന്നാവാതിരിക്കില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പാണ്. അപ്പം നമുക്ക് വീഡിയോ ഒക്കെ പോയാലോ. അപ്പോൾ ഞാൻ ഒരു 1.5 കപ്പ് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകട്ടെ കേട്ടോ. നന്നായിട്ട് കഴുകിയ പച്ചരി മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചിട്ടെടുക്കണം. തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല മഷി പോലെ അരച്ചിട്ടെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. പിന്നെ നമ്മൾ മിക്സിയിലിടുന്ന സമയത്ത് ഞാൻ ആ കഴുകി ഊറാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് നേരിട്ടിട്ട് അത് അരി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ കാണും. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ബാക്കി കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അരി അരിഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്നത് അരച്ചിട്ടെടുക്കട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് ഞാനൊരു 4 അച്ച് ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് ഉരുക്കാൻ വെച്ചിട്ടുള്ളത്. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ അരി അരയ്ക്കാൻ വെച്ചതൊക്കെ നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊന്നത് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ പരുവത്തിലായിരിക്കണം കേട്ടോ നമുക്ക് അരി അരച്ച് കിട്ടേണ്ടത്. അപ്പോൾ അതാ ഈ അരച്ച ഈ അരിമാവിലേക്ക് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാവ് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫാക്കി ആ സമയം പെട്ടെന്ന് തന്നെ ചൂടോട് കൂടിയിട്ടാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ കട്ടയൊന്നും കുത്താതെ നോക്കണം കേട്ടോ. ഉള്ള ഫുള്ള് വെള്ളവും ശർക്കരപ്പാവ് കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടാൽ നമ്മൾ കുറച്ച് വെള്ളം ഏറി എന്നൊക്കെ തോന്നും, പക്ഷേ ഇത് നല്ല പാകമാണ് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് കട്ടയൊന്നും കുത്താതെ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഈ മാവിക്ക് കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പമൊക്കെ നല്ല നന്നായിട്ട് തന്നെ വരും. പിന്നെ ഈ മാവിൽ ചോറൊക്കെ കൂട്ടിക്കഴിഞ്ഞാലൊക്കെ സോഫ്റ്റ് ആവുകയൊക്കെ ചെയ്യും കേട്ടോ. അതൊന്നും നമ്മളിത് കൂട്ടിയിട്ടില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പല്ലേ. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഞാനൊരു കൊപ്പറ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്, അതായത് എണ്ണയിൽ വറുത്തെടുക്കാനുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കൊപ്പറ എടുത്തിട്ടുണ്ട്. കൊപ്പറ മുറിച്ച് നോക്കുന്ന സമയത്ത് അത് ഒത്തിരി കേടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ കൊപ്പറ ഉണ്ടായിരുന്നില്ല. തേങ്ങ ഉണങ്ങിയതാണല്ലോ അത്. സംഭവം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഞാൻ പച്ചത്തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളെ ഉള്ളിയും തേങ്ങയും ഒക്കെ നന്നായിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കുക്കർ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ അതിൻ്റെ സൈഡ് ഭാഗവും ഇപ്പോൾ ഒക്കെ നന്നായിട്ട് ഒന്ന് എണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ്. അല്ലാച്ചെങ്കിൽ അപ്പം എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ എണ്ണയൊക്കെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുകയാണ്. പിന്നെ അതാ നമ്മളെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മൾ തേങ്ങയും കൂടി അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആ മാവ് വെച്ചിട്ട് ഒരപ്പം തന്നെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല കട്ടി തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യണത്. ഇനി 2 പ്രാവശ്യം ആകുമ്പോൾ അല്ലെങ്കിൽ അതൊരു ചപ്പാത്തി പോലെ ആവും. പിന്നെ നല്ല കലത്തപ്പം എന്ന് പറയുന്നത് കുറച്ച് കട്ടിയിലും കനത്തിലൊക്കെ ഉണ്ടാവുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഓരെണ്ണത്തിൽ തന്നെ ആക്കിയാൽ മതി എന്ന് വിചാരിച്ചതിനെ കൊണ്ട് ഇതാ ചെറിയ ഉള്ളിയും തേങ്ങയൊക്കെ അതിൽ തന്നെ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കലത്തപ്പത്തിന് ടേസ്റ്റ് കൂടണം വെച്ചെങ്കിൽ ഈ കുറച്ചധികം ചെറിയ ഉള്ളിയും കുറച്ചധികം തേങ്ങയൊക്കെ ഇട്ടെങ്കിലുള്ളൂ കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മളെ ചെറിയ ഉള്ളിയും തേങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ മാവും ആ കുക്കറിലേക്കാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതാക്കണു അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ ഒരു പൊള്ളായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക കുറച്ച് സമയം. അതിന് ശേഷം പിന്നെ നമ്മൾ കുക്കർ ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ വിസിൽ ഊരി വെച്ചതിന് ശേഷമാണ് കേട്ടോ അടച്ച് വെക്കാൻ. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടില്ല. ഒരു 2 മിനിറ്റ് ആ ഫ്ലെയിം അങ്ങനെ തന്നെ അങ്ങോട്ട് ഇരിക്കുകയാണ്. അതിന് ശേഷം പിന്നെ ഞാൻ ഇത് നല്ല ചെറുതാക്കി അതായത് തീ വളരെ കുറഞ്ഞ രീതിയിലാണ് പിന്നെ വെക്കാൻ. അപ്പോൾ കുറച്ച് കട്ടിയും കനൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഒരു 10 മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇത് വേവിക്കുന്നത്. നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുക്കർ ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മളൊരു പപ്പടക്കോലുകൊണ്ടൊക്കെ കുത്തി നോക്കുകയാണ് കേട്ടോ ഉൾഭാഗം എന്തോന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുത്തി നോക്കുന്ന സമയത്ത് ഇതാ ഇതുമൊന്നും വല്ലാതെ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വെന്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതിനെക്കൊണ്ട് ഞാൻ ഇതിനി ഒന്ന് ഇളക്കി മാറ്റണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കണം ഞാനൊരു ഡവറയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിക്കാണ് മുക്കി കൊടുക്കുകയാണ്. ഈ കുക്കറിൻ്റെ അടിഭാഗം തണുക്കുമ്പോൾ നമ്മളെ അപ്പമൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അടർന്ന് പോരുട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് അതിൻ്റെ സൈഡൊക്കെ ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കണം.
എല്ലായ്പ്പോഴും ഞാനിങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്തേക്ക് മാവ് കൂട്ടാനും അല്ലെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്യാനും എല്ലാം ഒന്നും അല്ല കേട്ടോ കുറച്ച് പ്രയാസം തോന്നില്ല. എനിക്കിങ്ങനെ ഇളക്കി മാറ്റുന്ന സമയത്ത് ഇത് പൊട്ടുമോ എന്നുള്ളൊരു പേടിയാണ് എപ്പോഴും ഉണ്ടാവില്ല. നമ്മൾ എത്ര പണിയെടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ആ ഭംഗി നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ഭയത്തോട് കൂടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേയൊക്കെ കൈയിട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വെള്ളത്തിലൊക്കെ വെച്ചതല്ലേ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനത് തണുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാക്കണം കൈ കൊണ്ട് തന്നെ ഇളക്കി മാറ്റുകയാണ്. അത്ര ശ്രദ്ധിച്ച് നോക്കിയിട്ടും ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് അതിൻ്റെ ഒരു സൈഡ് ഭാഗം കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മളെ കലത്തപ്പൊക്കെ നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും നമുക്ക് മുറിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു കത്തിയൊക്കെ വെച്ചിട്ട് മുറിച്ച് നോക്കുക. അപ്പോൾ എനിക്ക് കത്തി കൊണ്ട് മുറിച്ചപ്പോൾ അത്ര ഒരു പെർഫെക്ഷനായി തോന്നിയില്ല. അപ്പോൾ നോക്കി അപ്പത്തിൻ്റെ ഉള്ളൊക്കെ നല്ല വെന്തിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല സോഫ്റ്റും ആയിരുന്നു കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു. മധുരമൊക്കെ നല്ല പാകമായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ ഉള്ളിയും തേങ്ങയും ഒക്കെ കടിക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ അറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് മറ്റുള്ള നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ തന്നെ അല്ലേ ഇട്ടിട്ടുള്ളൂ, കൂടുതലൊന്നും അതിൽ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഒരു കത്രി കൊണ്ടാണ് കേട്ടോ പിന്നെ മുറിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മളെ കുട്ടി പട്ടാളങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാവരുടെ കയ്യിലും ഓരോ കഷ്ണങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കലത്തപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.